പെരിയാറിലേക്ക് വീണ്ടും മാലിന്യം ഒഴുക്കിവിടുന്നുവെന്ന് കണ്ടെത്തൽ. സിജി ലൂബ്രിക്കൻസ് എന്ന കമ്പനിയുടെ മാലിന്യമാണിതെന്ന് പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ ആരോപണം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥൻ സാമ്പിൾ ശേഖരിച്ചു. നേരത്തെ മാലിന്യം ഒഴുക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് സിജി ലൂബ്രിക്കൻസ് അടച്ചുപൂട്ടിയിരുന്നു. വീണ്ടും ഈ കാണയിൽ കൂടി DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷന്റെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാണയിൽ കൂടി വീണ്ടും പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7-ാം തീയതി ക്ലോഷർ ഓർഡർ കൊടുത്ത സിജി ലൂബ്രിക്കൻസ് എന്ന അതേ കമ്പനിയുടെ അതേ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഇന്നും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പരിശോധന നമ്മൾ ഉൾപ്പെടെ കയറി നടത്തിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ 3 വലിയ അണ്ടർഗ്രൗണ്ട് ടാങ്കുകൾ ഇവിടെ പണിതിട്ടിട്ട് അതിനകത്ത് സ്റ്റോക്ക് ചെയ്തേക്കാണ്. അതിനകത്ത് പല പമ്പുകളുണ്ട്. മഴയത്ത് ഈ സാധനം ഇങ്ങനെ ചെയ്യില്ലല്ലോ. അഹമ്മദ് മുസ്തഫ കൂടുതൽ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഈ പെരിയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവും പരിശോധനകളെല്ലാം തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മാലിന്യം ഒഴുക്കിവിടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. സർക്കാർ തുടർ നടപടി സ്വീകരിച്ചോ? അനീഷ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സമാനമായ വിഷയം ഉണ്ടായിരുന്നു. ഈ സിജി ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിൽ നിന്ന് കറുത്ത ദ്രാവകം വന്നതിനെ തുടർന്ന് ഇവർക്ക് ഒരു ക്ലോഷർ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്ന കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സമാന രീതിയിൽ ഈ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഓടയിൽ നിന്ന് പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിടുകയാണെന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകരും ഒപ്പം തന്നെ പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയും കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും കടുത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ ദ്രാവകം കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർ അകത്ത് കയറി പരിശോധിക്കുകയും ചെയ്തു. അവർ ആരോപിക്കുന്നത് പ്രകാരം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രകാരം അകത്ത് വലിയ ടാങ്കുകൾ കെട്ടി ഈ മാലിന്യം ശേഖരിച്ചു വെച്ചിരിക്കുന്നു. സമയം പോലെ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നു എന്നുള്ളത് തന്നെയാണ് ഗുരുതരമായ ആരോപണമാണ്. നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുകയാണ്. ശരി, അഹമ്മദ് മുസ്തഫയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.